നെടുപുഴയിലെ ഈ റെയിൽവേ പാലം ഇനി അടച്ചതുകൊണ്ട് ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല. അഥവാ നെടുപുഴയിലെ യാത്രക്കാരുടെ മുമ്പിൽ ഇനി 2026 ഈ പാലം അടയ്ക്കാനും പറ്റില്ല. കാരണം ഇവിടെ പുതിയൊരു പാലം വരികയാണ്. ഇവിടുത്തെ കാലങ്ങളായിട്ട് നമ്മുടെ ഈ നാട്ടിലെ ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ഈ റെയിൽവേ മേൽപ്പാലം. ഒട്ടനവധി ആൾക്കാർക്ക് ഈ കുരുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിമം 2-3 ട്രെയിൻ മിനിമം കിട്ടി ഇവിടെ ക്രോസ് അത് കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞാൽ ഇതിലിപ്പോൾ തൃശ്ശൂരിനേക്കാളും വളരെ അടുത്ത ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പാലം വരുന്നത് വളരെ ഒരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2016 വന്നതിന് ശേഷമാണ് 17-18 ബഡ്ജറ്റിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാനായി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കായി 35 കോടി രൂപ അന്ന് അനുവദിച്ചത്. ഇപ്പോൾ നമ്മുടെ MLA ഇപ്പോൾ റവന്യൂ മന്ത്രിയും കൂടിയായ മന്ത്രി രാജൻ എൻ്റെ ഇടപെടലിനോട് കൂടിയിട്ട് നമുക്ക് ഈ വക കാര്യങ്ങൾ വളരെയധികം എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയിൽ സിൽവർ ലൈൻ വരുന്നതിനെക്കുറിച്ചൊരു തർക്കമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ടായി. അപ്പോൾ ഈ പ്രവർത്തനമൊന്നും നിന്നു. വീണ്ടും റെയിൽവേക്ക് 3ാമതൊരു ലൈൻ കൂടി പണിയണം എന്ന ആവശ്യം ഉയർന്നു. അതുകൊണ്ട് തന്നെ അലൈൻമെൻറ്റ് മാറ്റി വരയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് 13.5 കോടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കയ്യിൽ നൽകിക്കൊണ്ട് അവരുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർണ്ണമായും പൂർത്തീകരിച്ചു. മന്ത്രി നമുക്ക് നാടിന് നല്ലതാ ചെയ്തിട്ടുള്ളൂ എപ്പോഴും. അപ്പോൾ ആൾക്ക് പറ്റിയ ഇത് വികസനത്തിൻ്റെ ഒരു പാതയിലുള്ള ആളാണ്. അത് ഇത്രയുമൊക്കെ വികസിക്കാന്നുണ്ടെങ്കിൽ അതൊക്കെ വരും. മന്ത്രി കെ രാജൻ കൊണ്ടുവരും. 2026 നെടുപുഴയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ മുമ്പിൽ അടച്ചിടാൻ ഒരു ഗേറ്റ് ഉണ്ടാകില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാലം 2026 തന്നെ പൂർത്തിയാകും വിധം അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടു. ഒല്ലൂരിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏടായി ഇത് മാറി. ഒന്നിച്ച് നമുക്ക് മുന്നേറാം ഒല്ലൂരിന് വേണ്ടി.